ശാരിക, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പൊ കുറച്ചധികം നാളുകളായി. അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാ, ഒരു പുതുവത്സരത്തിലേക്ക് കടക്കാൻ പോവാ. പക്ഷെ ഈ ഇത്ര സമയമായിട്ടും ഇത്ര നാളുകളായിട്ടും അവർക്ക് യാതൊരു വിധത്തിലുള്ള ധനസഹായമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു സഹായ ഹസ്തം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മോദി വന്നു പോയിട്ടും അല്ലെങ്കിൽ ഒന്നും ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവരെന്താണ്, അവഗണിക്കപ്പെട്ടവരോ അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? സിയാനു, ഇതില് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, അതായത് 2018 തൊട്ട് അവർ കയറിയ കാലം തൊട്ട് ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു കേരളത്തിൽ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ നല്ല സമയമാണോ, കേരളത്തിന്റെ ജനങ്ങളുടെ കഷ്ടകാലമാണോ എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ നല്ല സമയമാണ്. ഞാൻ സർക്കാരിനെ വിമർശിച്ച് പറയാന്ന് വെച്ചാൽ വിമർശിക്കാൻ കുറെ കാരണങ്ങൾ അവർക്കുണ്ട്. ഈ 2018 തൊട്ടാണ് നമ്മൾ ഈ ദുരിതാശ്വാസ ഫണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ നന്മമരം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ സഹായങ്ങൾ ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം നിപ്പ, ഓഖി, അതിനുശേഷം ഇപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ തട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ കൊറോണ, യെസ്, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് ആഫ്റ്റർ കൊറോണയും ബിഫോർ കൊറോണ ആണല്ലോ. കൊറോണ വലിയ ദുരന്തം, കേരളമല്ല ലോകം കണ്ടുള്ള ദുരന്തം വരെയാണ്. ഈ സംസ്ഥാന സർക്കാരിന് ഒരു പക്ഷേ എനിക്കൊന്ന് ചരിത്രത്തിൽ ഇടം നേടും. അതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്രാജഡി. അതിനകത്ത് ഇന്നും 10-40 പേരോട് മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു, വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അവരൊക്കെ എവിടെ ഇപ്പൊ എങ്ങനെയാണ് കഴിയുന്നത് ഒരു ഐഡിയ എങ്കിലും നമുക്കുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോഴും അവിടെ കുഞ്ഞുങ്ങൾ കൃത്യമായി സ്കൂളിൽ പോകാം. ഒരു സ്കൂൾ അപ്പാടെ തകർന്നു. ആ സ്കൂളിലെ കുട്ടികൾ എത്ര പേര് മരിച്ചു. അതോടെ അവർ 4 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. അങ്ങനെ ഞാനത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന യൂട്യൂബിൽ കണ്ടിരുന്നു. അതിന് മുമ്പ് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സ്ഥലം, അതായത് ഈ ചൂരൽമലയുടെ അത് വൈറലായ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. റിസോർട്ട് കാണിച്ചിട്ട് റിസോർട്ടിന് മുമ്പിൽ അതിന്റെ ഭംഗിയും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇത് ഭയങ്കര ജനശ്രദ്ധ ആകർഷിക്കുന്നു, ലോകശ്രദ്ധ ആകർഷിക്കുന്നു. കേന്ദ്രത്തിന്റെ ആൾക്കാരും മറ്റേ സേനകളും ചരിത്ര താരങ്ങളും എല്ലാം വരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, സഹായങ്ങൾ കുറവാണ്. എനിക്ക് 103 കോടി അങ്ങോട്ട് കഴിഞ്ഞ നവംബറിൽ അനുവദിച്ചിരുന്നു. മറ്റെന്തോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർക്ക് വേണ്ടത് 2226 കോടി എന്നാണ് പറയുന്നത്. ഇത് കേന്ദ്രം കൊടുക്കാത്തതിന്റെ കാരണം കേന്ദ്രത്തിന് കേരളത്തോട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും ഇല്ല. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പറയുന്നത്. കാരണം അവരെ കുറിച്ച് ഒരു കിംവദന്തി എന്നല്ല, എനിക്ക് തോന്നുന്നു സത്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരു കിംവദന്തി എന്നതിനേക്കാൾ കൂടുതൽ ഒരു പേരുദോഷം. ദുരന്ത ഫണ്ടിൽ കൈയിട്ട് വാരുന്ന ഒരു സർക്കാർ എന്നാണ് ഇവരെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത്. കണക്ക് ചോദിച്ചാൽ കൊടുക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ബോസാണ് അനുപമയെങ്കിൽ, അനുപമയ്ക്ക് ഞാൻ എന്നെ ഒരു മീറ്റിങ്ങിന് വിടുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. താങ്കൾ എങ്ങനെയാണ് ശാരിക, ടിഎക്കും ഫുഡ് എക്സ്പെൻസും ഒക്കെ താൻ കയ്യിൽ നിന്ന് ഇപ്പൊ എടുത്തോളൂ, ഞാൻ പൈസ തന്നോളാം, അല്ലെങ്കിൽ കമ്പനി പൈസ തന്നോളാം എന്നോട് പറയണേ, താൻ എങ്ങനെയാണ് എനിക്ക് പൈസ തരിക? ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ എനിക്ക് വന്നിട്ട് പറയാണ് മാഡം എനിക്ക് ഒരു 2000 രൂപ ചെലവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെ എനിക്ക് പണം തരും? 2000 രൂപ എനിക്ക്, ഞാൻ പറയാം, ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിങ്ങിന് പോയി, താൻ എന്റെ CEO എന്ന് വിചാരിക്കും, ഞാൻ ഒരു മാർക്കറ്റിംഗ് ഹെഡാണ്. അപ്പൊ ഞാനൊരു നമ്മുടെ കമ്പനിയുടെ ആവശ്യപ്രകാരം ട്രിവാൻഡ്രത്ത് മാർക്കറ്റിംഗ് മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയാണ് ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത്, ട്രാവൽ എക്സ്പെൻസും അതോടൊപ്പം തന്നെ ഫുഡും എല്ലാം. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് എനിക്ക് ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഫണ്ട് ഉണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഫണ്ട് എനിക്ക് എങ്ങനെ താൻ തരും? HR പറഞ്ഞിട്ട്, അക്കൗണ്ട്സിൽ പറഞ്ഞിട്ട് മേടിച്ചോളാം താൻ പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ എന്തൊക്കെ ഞാൻ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം അവിടെ നമ്മള് എന്താ പറയാ, അവിടെ ചെയ്തതിന്റെ ബില്ലും കാര്യങ്ങൾ? അത് നോർമലി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ അനുവിനോട് ചോദിച്ചത്. കാരണം ഞാൻ എന്റെ ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഫുഡിന്റെ കാര്യം, ഞാൻ താമസിച്ച ഹോട്ടലിന്റെ ബില്ലുകളോ, ഞാൻ അടിച്ച പെട്രോളിന്റെ കാര്യങ്ങളോ എല്ലാം ഞാൻ അക്കൗണ്ട്സിൽ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥാപനം പോലും നമുക്ക് ആ ഫണ്ട് തരുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ 2000 കോടിക്ക് മേളിലാണ്. ആ കൊടുത്ത ഫണ്ടിന്റെ, അതായത് ഇപ്പോഴത്തെ നീക്കിയിരിപ്പ് ദുരന്താശ്വാസ ഫണ്ടിൽ കിടക്കുന്ന 666 കോടി 700 കോടി എങ്ങാണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഉള്ളത് മിച്ചമുള്ളത് കൊടുത്തിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ബാക്കി. ഇതിന്റെ കണക്ക് കേന്ദ്രം ചോദിക്കുമ്പോൾ ബബ്ബ ഇതാണ് പറയാനുള്ളത്. ഇപ്പൊ ഹൈക്കോടതിയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ചെയ്തിരിക്കുന്നത്. നിങ്ങള് തമിഴ്നാട് സർക്കാരിന് കേന്ദ്രം അവർക്ക് നമ്മളെ പോലെ തന്നെ വെള്ളപ്പൊക്കം ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വർഷാവർഷം വെച്ചിട്ട്. ചെന്നൈയൊക്കെ മുങ്ങിപ്പോയ കഴിഞ്ഞ വർഷത്തെ പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഈ വർഷവും പ്രളയം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അവര് കൃത്യമായ കണക്കുകളാണ് കേന്ദ്രത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവർക്ക് കാണുമ്പോൾ അറിയാം. ഒരു അക്കൗണ്ട്സുകാർക്ക് അത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതയിൽ ഇരിക്കുന്ന ഒരാൾക്കത് പരിശോധിക്കുമ്പോൾ അറിയാം ഇത് അവർ അർഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങളോട് സംഭവിച്ചിട്ട് ഇത്രയും നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് പാച്ചപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റേതാണെന്നൊരു ബോധം അവർക്കുണ്ടാവും. പണം കായ്ക്കുന്ന മരമല്ല, ചാടുമ്പോ അല്ലെങ്കിൽ തുപ്പുമ്പോ വരെ സ്വർണ്ണ നാണയം അറിയാനിരിക്കുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഖജനാവല്ല കേന്ദ്രം എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റേറ്റുകളെ
സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട്. ഇവർക്കൊക്കെ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യണം. അതിന്റെ ഇടയ്ക്കാണ് ദുരന്തം അതിദുരന്തം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ ദുരന്തം. അത് ആരുടെയും കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ സംസ്ഥാന സർക്കാർ മോശമായതുകൊണ്ട് മാത്രമാണ് ഈ ഇത്രയും മാസങ്ങൾക്കിപ്പുറവും വയനാടുകാർക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങളും അവർക്ക് കിട്ടാത്തത്. പാർപ്പിടങ്ങൾ വെച്ചു കൊടുക്കാന്ന് പറയുന്നു, ഏക്കർ കണക്കിന് സ്ഥലം. ഇതൊക്കെ പറച്ചിലും അന്നത്തെ ജനങ്ങൾ അന്ന് ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, സാറേ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ അങ്ങ് മറക്കും. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി വലിയൊരു ഭീമമായ തുകയാണ് അതിനകത്ത് 75,000 രൂപ എന്ന് ആലോചിച്ച് ചോദിക്കും. ഇതൊക്കെയാണ് ഒരു ബില്ലിൽ കൃത്യം, അതായത് അതേമാതിരി ഉട്ടോപ്യൻ കണക്കുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം സംസ്കാരം 75,000 രൂപ. എങ്ങനെയാണ് നമ്മൾ കേരളത്തിലാണോ ജീവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. അത് കേൾക്കുന്ന ഒരു മലയാളി ഇപ്പൊ താൻ അത് വായിക്കുമ്പോൾ ഞെട്ടും, ഒരു മാധ്യമ പ്രവർത്തക ഞാൻ ഞെട്ടും. നോർമലി ഒരു ചായക്കടക്കാരൻ ചേട്ടൻ ഞെട്ടും. 75,000 രൂപയോ? 10,000 രൂപ പോലും ചെലവില്ലാത്തൊരു കാര്യം അല്ലേ? അതിന്റെ വെരി ഡീറ്റെയിൽഡ് വിവരം എനിക്ക് അറിയില്ലെങ്കിൽ പോലും ഇതൊക്കെ ഹൈക്കോടതിയിൽ അവർ പരാമർശത്തിൽ പറഞ്ഞിരുന്നതാണ്. ഇതൊക്കെ എവിടുത്തെ കണക്കുകളാണ്, ആരുടെ കണക്കുകളാണ്? ഇങ്ങനെ കൃത്യമായ കണക്കുകളില്ലാതെ തോന്നിയ പോലെ ദുരന്ത നിവാരണ ഫണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ലഭിച്ചത് പുഴുവരിച്ച അരിയാണ് എന്നൊക്കെയാണ്. പുഴുവരിച്ച അരിയാണ്. അവർക്ക് കൃത്യമായ പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ പുനരധിവാസം ഇതുവരെ തുടങ്ങിയിട്ടില്ല ആരുടെയും. എല്ലാം കിട്ടുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോ ഈ ഫണ്ട് ബാക്കി കിടക്കുന്ന ഉള്ള ഫണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ള കൃത്യമായ കണക്കുകളില്ല. കഴിഞ്ഞ ദിവസം നിർമ്മല ഈ 2018 ഒരു വിഷയത്തില് 1850 കോടി ജനങ്ങൾ കൊടുത്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു രാജ്യവും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സഹായസ്ഥമാണ് മലയാളികൾ ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടത്. ഈ ഞാൻ പോലും ഇട്ടു. നമുക്ക് ഏറ്റവും കുറഞ്ഞ വലിയ എമൗണ്ട് ഒന്നും ചെറിയ എമൗണ്ട് ഇല്ല. ഞാൻ പോലും എന്ന് ഞാൻ ഉദ്ദേശിച്ച സാധാരണ നമ്മളതൊന്നും ചെയ്യാത്തതാ. പക്ഷെ ഇതിൽ നമ്മൾ പോലും ഇട്ടു എന്നുള്ളതാണ്. മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നു. ആ ദുരന്തത്തിൽ കേരളത്തിന് പ്രവാസികളിൽ നിന്നും മലയാളികളിൽ നിന്ന് കിട്ടിയ 1850 കോടിയാണ്. അവരിത് എന്ത് ചെയ്യും? അതിനും കണക്ക് ഇന്നും അതിന് കൃത്യമായ കണക്കുകളിൽ അതേ ചോദിക്കുന്നുള്ളൂ. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആയാലും ആരായാലും കേന്ദ്രമന്ത്രിമാർ ചോദിക്കുന്ന കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ മന്ത്രിമാർ ചോദിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് ചോദിക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കണക്ക് നിങ്ങൾ ഇത് എന്ത് ചെയ്തു? കണക്ക് വേണ്ടേ? നമ്മള് ചുമ്മാ തോന്നിവാസം നടത്തുന്ന ഒരു സംസ്ഥാനം, കേരളം ഒരു രാജ്യമല്ല. കേരളം ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലെ ഒരു സംസ്ഥാനമാണ്. അപ്പൊ കൃത്യമായ കണക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ആവശ്യമാക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്, ഞങ്ങൾക്ക് കേന്ദ്രത്തിന്റെ സഹായം ഒന്നും വേണ്ട, ഞങ്ങൾ ഇതെല്ലാം പുനരധിവസിപ്പിച്ചില്ല. എന്താണ് അവർ ചെയ്യുന്നത്? ഈ 1850 കോടിക്കകത്ത് നിന്ന് എന്ത് ചെയ്തു? ഇത് കുട്ടിക്കളിയല്ല എന്നുള്ളതാണ്. നമ്മൾ പണ്ട് കുട്ടികളാവുന്ന സമയത്ത് കുറച്ചധികം മിഠായി വാങ്ങി അതിൽ 2 നമ്മൾ പൂഴ്ത്തി വെക്കുന്നു. അതേപോലത്തെ പരിപാടിയല്ല. ഒരുപാട് പേരുടെ ജീവിതം വെച്ചുള്ള. അത് മാത്രമല്ല, താൻ പറഞ്ഞില്ല കുട്ടികളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താനു, ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ 70% ആൾക്കാരും ഈ പറഞ്ഞ താൽക്കാലിക ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് അറിയില്ല, എക്സ്പീരിയൻസ് ഇല്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഈ കണക്ക് പരിശോധിക്കുന്ന ആള് പോലും ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല. ഇതിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് പുള്ളി മനസ്സിലാക്കുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ 1 വർഷം കോൺട്രാക്റ്റിലാണ് താമസം. തനിക്കെന്താണ്? തനിക്ക് പറ്റുന്ന രീതി അനുസരിച്ച് ഡെഡിക്കേറ്റഡ് ഉദ്യോഗസ്ഥയാണെങ്കിൽ താൻ കുറെ കാര്യങ്ങൾ ബില്ലുകളും ഒക്കെ പാസ്സാക്കി കണക്കൊക്കെ കൊടുത്തങ്ങ് പോകും. അടുത്ത വർഷം താൻ വേറൊരു സ്ഥലത്തായിരിക്കും, വേറൊരു കോൺട്രാക്റ്റിലായിരിക്കും പോകുന്നത്. സ്ഥിരമായ ഉദ്യോഗസ്ഥരില്ല ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഫണ്ടിന്. എനിക്കൊന്ന് നാഷണൽ NHM ആണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ എന്തായാലും ഒരു താൽക്കാലികമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ജനത്തെ ആരെയാണ് പറ്റിക്കാൻ? സ്വന്തം നാട്ടിലെ ജനങ്ങളല്ലേ അനു? ഈ വയനാട് അല്ലെങ്കിൽ ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറഞ്ഞ അവനവന്റെ നാടല്ലേ? നമ്മളെല്ലാവരും മലയാളികളല്ലേ? നമുക്ക് ഒരല്പം സ്നേഹം, ഒരല്പം കരുണ ഈ സർക്കാരിന് ജനങ്ങളോട് ബാധ്യത കാണിച്ചുകൂടെ? ഏതിനും ഈ കേന്ദ്ര സർക്കാരിനെ ഞാൻ ഒരു സംഖ്യയൊന്നുമല്ല, ഞാനൊരു BJP കാരിയൊന്നുമല്ല. പക്ഷെ അവർ ചെയ്യുന്ന ഇപ്പൊ തന്നെ റോഡ് പണി കേന്ദ്ര സർക്കാർ 2025 നമ്മുടെ മന്ത്രി റിയാസ് പറഞ്ഞു എല്ലാം പൂർത്തിയാകും എന്നൊക്കെ വലിയ ആര് കാശ് കൊടുത്തിട്ട്? കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് പൊട്ടന്മാർക്ക് അവിടെ നിൽക്കുന്ന പുല്ലുകൾക്ക് വരെ അറിയാം, വളർന്നു നിൽക്കുന്ന പുല്ലിന് വരെ അറിയാം ഫണ്ട് ഇറക്കുന്ന കേന്ദ്രമാണെന്ന്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ വളരെ അത്ഭുതം, നമ്മുടെ നാട്ടിലാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ കെയർ ഓഫിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുന്നത്, ഇറിഗേഷനോ എന്താ ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ ആണല്ലോ അല്ലെ, എന്തോ ഒരു വകുപ്പുണ്ടല്ലോ ഈ റോഡുകൾ പണിയുന്നത്. ആ വകുപ്പിന്റെ പണികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കുഴിച്ചിട്ടിട്ട് പോകും. റോഡുകൾ, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നല്ല റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ട് അങ്ങ് പോവുക. മിക്ക നല്ല റോഡുകളും താൻ ശ്രദ്ധിച്ച ലോക്കൽ റോഡുകളൊക്കെ ടാർ ചെയ്തെങ്കിൽ റോഡൊക്കെ നടുക്ക് പൈപ്പിന്റെ പേരും പറഞ്ഞ് കുത്തി പൊട്ടിച്ചിട്ട് അതുപോലെ ഇട്ടിടങ്ങ് പോകുക. എത്രയോ കാലം നമ്മുടെ നടുപൊടി. മറിച്ച് നമ്മൾ കേന്ദ്രത്തിന്റെ കീഴിൽ വന്ന ഈ ഹൈവേ നിർമ്മാണമാണ് ഇപ്പൊ നടക്കുന്നത്. എത്ര ആൾക്കാർക്ക് കൃത്യമായ സ്ഥലമെടുപ്പിലൂടെ എന്തെല്ലാം നമ്മൾ തെറി പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരതൊന്നും ശ്രദ്ധിക്കാതെ അഹോരാത്രം നമ്മൾ അരൂർ പാതയിലൂടെ പോവുകയാണെങ്കിൽ, ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ, കൊല്ലം പോവുകയാണെങ്കിൽ, ഗുരുവായൂർ പോവുകയാണെങ്കിൽ എല്ലാം രാത്രി പകലെന്നില്ലാതെ ആൾക്കാർ റോഡ് നന്നാക്കാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേന്ദ്രത്തിന്റെ ബലം എന്ന് പറയുന്നത്. അത് അത്രയും സ്ട്രിക്ട്ലി അവരത് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഒരു സംസ്ഥാന സർക്കാരിനായിരുന്നു വന്നിരുന്നെങ്കിലോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ നാട്ടിലെ, ഞാൻ ആലപ്പുഴക്കാരാണ്, 50 വർഷമാണ് ബൈപ്പാസ്
പൂർത്തിയാകാൻ ആലപ്പുഴക്കാര് കാത്തിരുന്നത് 50 വർഷം. ഇന്നും ഞങ്ങള് ഇവരുടെ കാലത്താണ് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മേന്മ മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് പൊങ്ങിക്കൊണ്ട് നടക്കുന്നത്. അല്ല, അവന്മാരൊന്നും ചെയ്തില്ല, എല്ലാത്തിനും കൊടി വെച്ചിട്ടേ ഉള്ളത്. നമ്മളിപ്പോ ഒരു 100 കോടി അടിച്ചു മാറ്റുന്നെങ്കിൽ അതിലൊരു 20 കോടി വേണ്ട, ഒരു 10 കോടി ജനങ്ങളുടെ നന്മയ്ക്കൊണ്ട് ചെയ്തുകൂടെ? കുറെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അരിയും കിറ്റും കൊടുത്തു. ആ അരിയിലാണ് പുഴുവരിച്ചത്. വയനാടുകാരെ അതും പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയില്ല. പിന്നെ കുറെ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുത്ത് പറ്റിക്കുക, 1-2 പേർക്ക്. അത് മെയിൻ സ്ട്രീമില് ഹൈലൈറ്റഡ് ആയിട്ട് മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ച കുടുംബം, അത് പറഞ്ഞ ശ്രുതി, അതോടെ മറ്റേ അർജുന്റെ വൈഫ്, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്ത് ഈ പറയുന്ന പോലെ മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ച് PR വർക്കിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ പറ്റിക്കുക. PSC എന്തൊക്കെയാ നേരിടുന്നത്? നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എങ്കിലും ഞാൻ പറയണ, ഈ വയനാടിന്റെ ഒരു പത്രമാണല്ലോ ഈ ശ്രുതി എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ജോലി കൊടുത്തു. അങ്ങനെ ജോലി പോയ, പഠിത്തം പോയ, ക്ലാസ്സുകൾ പോയ, അവനവന്റെ ഇൻകം നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാര്, ആയിരക്കണക്കിന് ആൾക്കാര് നമ്മുടെ ചൂരൽമലയിലുണ്ട്, മുണ്ടക്കയിലുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഇന്നും 36 ജനങ്ങൾ കിട്ടാനുണ്ട്. കഴിഞ്ഞ ദിവസം DNA പരിശോധന 2 പേരെ എങ്ങാണ്ട് തിരിച്ചറിഞ്ഞെന്നോ പറയുന്നുണ്ടായിരുന്നു. ഏതോ ശരീരാവശിഷ്ടം കിട്ടിയിട്ട് ഇന്നും മണ്ണിനടിയിൽ കിടക്കുകയാണ് എത്ര പിഞ്ചു കുഞ്ഞുങ്ങളടക്കം. അപ്പൊ ഇതിനൊന്നും അവർക്ക് ചെയ്യാൻ സമയമില്ല. അവർക്ക് പാർട്ടി രൂപീകരിക്കുന്നത്, അതോടെ ഈ പറയുന്ന പോലെ മറ്റു പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടി കളിക്കുക, ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇതൊക്കെയാണ്. ഇത്രയും നവകേരള സദസ് എന്തെല്ലാം കോപ്രായങ്ങളാണ് ഈ CPM കാണിച്ചുകൊണ്ടിരുന്നത്. അവരവരുടെ ചിത്രം വെളുപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ജോലി നൽകുന്നു. അതെ അതെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വയനാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ അഖിൽമാരാർ, നമ്മുടെ സെലിബ്രിറ്റിയുള്ള അഖിൽമാരാര് ഒരിക്കൽ വന്ന് പറഞ്ഞിരുന്നു, ഈ വയനാട് ഒരിക്കലും സർക്കാർ ഖജനാവിലേക്ക് ഫണ്ട് നിങ്ങൾക്ക് കൊടുക്കണമില്ല, അവിടെ നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്നാണ് അഖിൽ പറഞ്ഞത്. അതിന് അയാൾക്കെതിരെ കേസെടുക്കുകയും കോലാഹൽ. അയാൾ പറഞ്ഞാൽ എന്താണ് തെറ്റ്? അഖിൽമാരൻ പറഞ്ഞ 100% ശരിയാണ്. എങ്ങനെയാണ് ഫണ്ടിലേക്ക് കൊടുക്കുക? ഫണ്ടിന്റെ കണക്ക് അഖിൽമാരൻ വെല്ലുവിളിച്ചു. എന്നെ നിങ്ങൾ തൂക്കിക്കൊന്നാലും നിങ്ങൾ കണക്ക് കാണിക്കാൻ പറഞ്ഞു. പുള്ളി ഒരു കറതീർന്ന CPM-കാരനായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ആ കഴിഞ്ഞ കാലത്തിലെ ചേരികളിലേക്കൊക്കെ പുള്ളി നമ്മുടെ വീഡിയോയിൽ കാണിക്കും. അതിനൊന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. പുള്ളി ഒരു നല്ല കറതീർന്ന CPM പ്രവർത്തകനായിരുന്നാണ് എന്റെ ഒരു ഓർമ്മ. അദ്ദേഹം പറയുന്നത് ശരിയാണ്. ആ പാർട്ടിയിൽ ഇന്ന് വിശ്വസിക്കുന്നില്ല പുള്ളി. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്തികൾ അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഈ ദുരന്ത നിവാരണ ഫണ്ട് അവർക്ക് നല്ല സമയമാണ് കേട്ടോ. ഈ CPM-കാർക്ക്, CPM അല്ല, ഈ നമ്മുടെ ഭരണപക്ഷം ഏതും ആയിക്കോട്ടെ, ഇത്രയും ദുരന്തത്തിൽ നിന്ന് കട്ടുമുടിച്ചൊരു പാർട്ടി. നിർമ്മല സീതാരാമൻ ചോദിച്ച കണക്കിന് കൊടുക്കാൻ മറുപടി ഇല്ലായിരുന്നു. 700 കോടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് എനിക്കൊന്നൊരു 6-7 മാസം മുമ്പുള്ള പ്രശ്നം നാട്ടിൽ വന്നപ്പോൾ കൃത്യമായി കണക്കുകൾ, അതായത് പെൻഷൻ അനുവദിക്കാൻ വേണ്ടി ഇത്ര രൂപ 300 കോടി എക്സ്ട്രാ അനുവദിച്ചു. അപ്പം CPM-ന്റെ അതായത് പിണറായി സഖാവിന്റെ പറയുന്നതിന് അനുവദിക്കാറില്ല, മലയാളികളെ പറ്റിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങളുടെ പാവങ്ങൾക്ക് വയോധികർക്ക് ഞങ്ങൾ അനുവദിച്ചു, അല്ലെങ്കിൽ വിധവകൾക്ക് അനുവദിക്കുന്ന പെൻഷൻ കൊടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ വിഹിതം തരുന്നില്ലെന്ന് പറഞ്ഞതിനാണ് നിർമ്മല സീതാരാമൻ നാട്ടിൽ വന്നപ്പോൾ കൃത്യമായ കണക്കുകളാണ് അവരിട്ട് കൊടുത്തത്. പൈസ ഉൾപ്പെടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് അവർ പറഞ്ഞു. അവരൊന്നും ഒരു എന്താ പറയുക, തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ലായിരുന്നു. അവർക്ക് വ്യക്തതയുണ്ട്, അവർക്ക് ബോധ്യമുണ്ട്. അവർ ചോദിക്കുന്ന പോലെ പലവട്ടം പറഞ്ഞിട്ടും കണക്ക് പറയാൻ, ഈ മുടങ്ങി ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള അതിന്റെ കണക്കുകൾ കാണിക്കാൻ പലവട്ടം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും സമർപ്പിച്ചില്ല എന്നാണ് ഓഡിറ്റിംഗ് പലവട്ടം അവർ പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ ഫണ്ട് തടഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദി അവർക്ക്. അത് അവരിപ്പോഴും നരകിക്കുന്നുണ്ടെങ്കിൽ ദുരന്തമാർക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ അറബിക്കടൽ പൊട്ടി, മറ്റേ മുല്ലപ്പെരിയാർ പൊട്ടി, നമ്മളെല്ലാം ചത്തു പോയേക്കാം, വിങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നു. നമുക്കത് സംഭവിക്കാം, അറിഞ്ഞുകൂടാ. നാളെ ഇവിടെ ഭൂകമ്പം ഉണ്ടാവില്ലെന്ന് ആർക്കറിയാം? സംഭവിക്കാം, എന്ത് സംഭവിക്കാം. നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സംസ്ഥാന സർക്കാരിന്റെ കയ്യിലല്ല അത്. ബട്ട് അതിജീവനം, അതിന് നമ്മളോടൊപ്പം നിൽക്കേണ്ട സംസ്ഥാന സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫണ്ട്, ദുരന്ത നിവാരണ ഫണ്ട് വരുന്ന ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി. കക്കാൻ അറിയുന്നവന് നിൽക്കാനും കൂടെ അറിയണം. എന്ന് വെച്ചാൽ ഒരു കണക്കും ഇല്ല. താങ്കൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ 75,000 രൂപ എന്നൊക്കെ ചുമ്മാ അങ്ങ് എഴുതി വിടുമ്പോൾ വായിക്കുന്നവർക്ക് ഒരു സ്റ്റേറ്റ് അല്ല കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്. എല്ലാവർക്കും നമുക്ക് മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന ജനനവും മരണവും. അതെ, കേരളത്തിന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് കൊടുക്കുന്നു, ആന്ധ്രാപ്രദേശിന് കൊടുക്കുന്നു, അവർ പിന്നെ മുംബൈക്ക് കൊടുക്കുന്നു, അല്ല മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുന്നു. ഇതെല്ലാം പെട്ടെന്ന് അവരൊക്കെ ഇപ്പം തമിഴ്നാടും കേന്ദ്രവും എല്ലാവർക്കും ഹിന്ദി ഭയങ്കര വെറുപ്പുള്ള ഒരു ഭാഷയാണ്. അവര് തമിഴ് മക്കൾ, അതായത് പാസം കൂടിയ ആൾക്കാരാണ്. അവരുടെ ദേശസ്നേഹം അവര് തമിഴ്നാട് രാജ്യമാക്കി മാറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും കൃത്യമായ ഭരണ സംവിധാനത്തിലൂടെ പോകുന്ന ഒരു സംസ്ഥാനമാണ്. അവർക്ക് എന്തുകൊണ്ട് എങ്കിൽ കേന്ദ്രത്തിന് വൈരാഗ്യം ഉണ്ടല്ലോ, അവരുടെ പാർട്ടി അവിടെ ഒന്നും നടക്കത്തില്ല, അങ്ങനെ ചെയ്യുക, അവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ കേന്ദ്രം സഹായിക്കാതിരിക്കുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ റെയിൽവേയുടെ ബജറ്റിൽ വരുന്നത് തമിഴ്നാടിനാണ് കിട്ടാറ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ദുരന്ത ഫണ്ടുകൾ കൃത്യമായ കണക്കുകൾ അവർ കൊടുക്കുന്ന അവരുടെ സംസ്ഥാന സർക്കാർ അവരുടെ നാട് വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിൽ നമ്മൾ കേരളം കണ്ടുപഠിക്കണം. അതൊക്കെ
നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടുകാർ നന്നാവണമെന്നോ നമ്മുടെ നാട് നന്നാവണമെന്നില്ല. അത് കേരവൃക്ഷത്തിന്റെ നാടായിരുന്നല്ലോ കേരളം. അനുപമ, എന്തുകൊണ്ടാണ് ഇന്ന് തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ വാ പൊളിക്കും? ഞാൻ കുറെ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഞാൻ കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം കന്യാകുമാരി നമ്മുടെ നാടായിരുന്നു. അതിനുശേഷം പഴനിയിൽ കുറെ കാലം ഗ്യാപ്പ് വന്നിട്ട് ഞാൻ പളനി പോകുന്നുണ്ട് എന്റെ മോളുടെ തലമുട്ട അടിക്കാനായിട്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ നോക്കിയൊന്നും എന്റെ ലാസ്റ്റ് ആയിട്ട് പോയത് +2 അങ്ങോട്ട് പഠിക്കുന്നത്, ഡിഗ്രി ഫൈനൽ ഇയർ ആ സമയത്താണ്. അന്ന് തരിശു ഭൂമിയുടെ സ്ഥലങ്ങൾ മുഴുവൻ കേരവൃക്ഷങ്ങൾ. ഞാൻ കേരളത്തിലാണോ നമ്മൾ ഈ ചെന്നത്? അന്ന് പുളിമരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് തണലും നല്ല റോഡും കേരവൃക്ഷം. എവിടെ ചെന്നാലും കരിക്ക് മാത്രം കുടിക്കാൻ. നമ്മുടെ നാട്ടിൽ എവിടെയാണ് നല്ല കരിക്ക്? എവിടെ നല്ല കോയമ്പത്തൂർ നിന്നോ പാലക്കാട് ബോർഡറിൽ നിന്നൊക്കെ വരുന്ന കരിക്കുകളെ എപ്പോഴും ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എവിടെയാണ് നല്ല തെങ്ങുകൾ? ഏതെങ്കിലും സമൃദ്ധമായ തെങ്ങുന്നുണ്ടോ നമുക്ക് ഇന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? സാധ്യത. അവരത് കൃഷിയായിട്ട് ഏറ്റെടുത്തു. കേരളം അവർക്ക് ആർക്കും വേണ്ട കേരളത്തിൽ നിന്നും. അതാണ് അവിടെ വ്യവസായിക രാജ്യം, അവരുടെ വ്യവസായത്തെ അവർ പരിപോഷിപ്പിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും തമിഴ്നാട് കേരളത്തെക്കാളും മുൻപന്തിൽ വരാനുള്ള കാര്യം അവരുടെ സംസ്ഥാനത്തെ അവർ സ്നേഹിക്കുന്നു. ഏത് മന്ത്രിസഭ അഴിമതി ഉണ്ടില്ലെന്നൊന്നും പറയത്തില്ല. അഴിമതി തീർച്ചയായിട്ടും കൈയിട്ടുമല്ലോ. ചക്കരക്കുളത്തിൽ കൈയിട്ടവർ എന്തായാലും നക്കും. സ്വയം പര്യാപ്തരാകുന്നുണ്ട്. അവനവനോട് സംസ്ഥാന സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹമില്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ പുറത്തോട്ട് പോകുന്ന കണ്ടില്ലേ? എന്തുകൊണ്ടാണ് കുറിച്ച് ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചതുമാണ്, ചിന്തിച്ചതുമാണ്. ഓരോ മനുഷ്യനും ചിന്തിച്ചതാണ്. നമുക്കിവിടെ ഓരോ കുട്ടികൾക്കും ആവശ്യമായ അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമോ ചുറ്റുപാടോ അന്തരീക്ഷമോ ഒന്നും ഇവിടെ ലഭിക്കാത്തതുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഏറ്റവും നല്ല നാട് എന്ന് അല്ലെങ്കിൽ അവര് നന്നായി കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ നാട് ഉപേക്ഷിച്ച് അവര് പുറം നാടുകളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് നല്ല പൗരന്മാരെ അല്ലെങ്കിൽ എന്താ പറയാ വരുന്ന തലമുറയെ നമ്മുടെ നാട്ടിൽ കിട്ടാതെ മറ്റു നാടുകളിലേക്ക് പോയി പോകുന്നത് അതുകൊണ്ടാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ വയനാടിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ശ്രുതിക്ക് ജോലി കൊടുത്തത് മാത്രമാണ് വയനാട് ആകെ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്ന്. അതും അനീതിയാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് മുടിയും മുറിച്ച് സെക്രട്ടറിന്റെ വാതികകളൊന്നും ഉരുണ്ട് PSC ലിസ്റ്റിൽ കയറാത്തതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിൽ നിന്ന് ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ നിയമം അനുസരിച്ച് അവർക്ക് ജോലിക്ക് കയറാൻ പറ്റുക. ഇപ്പോ 2 എണ്ണം ഉണ്ട്, പ്രിലിംസും ഉണ്ട് മെയിനും ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് അങ്ങോട്ട് ജോലി കൊടുക്കുമ്പോൾ അതൊരു അനീതി തന്നെയാണ് ആ ചെയ്തത്. സോ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് പ്യൂർലി PR വർക്കായിരുന്നു ശ്രുതിക്ക് ജോലി കൊടുത്തത്. എനിവേ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് അവരുടെ കീശ വീർപ്പിക്കുക, അത് പ്രത്യേകിച്ചും ദുരന്തം വരണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേസിക്കലി ഇവരൊക്കെ ദൈവവിശ്വാസികളല്ലെന്നാണല്ലോ പറയപ്പെടുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ബട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു അനുഗ്രഹം ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രകൃതി ദുരന്തം 2018, നിപ്പ, ഓങ്കി, ഏറ്റവും വലിയ കൊറോണ, പിന്നെ ലാസ്റ്റ് ചൂരൽമലയും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഇവര് കൂട്ടപ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ ഫണ്ട് വരുമല്ലോ, കോടിക്കണക്കിന് ഫണ്ട് വരും. ഇത് വക മാറ്റി ചെലവഴിക്കുക, ഇതാണ് ഇവർ ചെയ്യുന്നത്. കേന്ദ്രം ഒരിക്കലും ഏറ്റവും നല്ലൊരു ഭരണ സംവിധാനത്തിൽ അവർ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വക മാറ്റി ചെലവഴിക്കുന്ന പരിപാടി. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇന്ന സാധനത്തിന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ അത് ചെയ്യാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 100 കോടി ഫണ്ട് ഉണ്ട്, അതിൽ 50 കോടി നമ്മൾ ചിലവാക്കി, മറ്റേ 50 കോടി ഇട്ടാൽ അവർ ഉറപ്പായിട്ട് നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന 50 കോടി കുറയ്ക്കും, ബാക്കി ഇട്ട് തരുള്ളൂ. അപ്പൊ നമ്മുടെ 700 കോടി കിടപ്പുണ്ട്. അപ്പൊ അവർ ചിന്തിക്കുന്നതാണ് ശരി, ഓക്കെ, ഒരു 700 കോടി കൂടുതൽ 1500 കോടി ആവില്ല, അല്ലെങ്കിൽ 1500 കോടി ആവില്ല, പിന്നെ അവർ 1500 കോടി തരേണ്ട കാര്യമില്ലല്ലോ, അല്ലെ 2000 കോടി തരേണ്ട കാര്യമില്ല. ഇതിനൊന്നും കണക്കില്ല കേരളത്തിന്. കേരളത്തിൽ ഓഡിറ്റേഴ്സ് ഇല്ലേ, ഗവൺമെന്റ് ഫിനാൻഷ്യൽ കൺട്രോളർ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് കേരള ഗവൺമെന്റ്? സത്യം ലോകത്തിന് മുഴുവൻ തലകുനിഞ്ഞു പോവുകയാണ്. കാരണം NRIകൾ സഹായിക്കാഞ്ഞത് കൊണ്ടാണ് എനിക്കിപ്പോ തോന്നുന്നു 1850 കോടി NRIകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം കൂടെ പിരിച്ചു കൊടുത്തെങ്കിൽ ഇപ്രാവശ്യം അതാരും ചെയ്തില്ല. ഏതാണ്ട് 100 കോടി 150 കോടി 200 കോടി എങ്ങാണ്ട് കിട്ടിയോളെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. കാരണം എല്ലാവർക്കും ഒരു മടിയായിരുന്നു. കാരണം ഇത് കൊടുത്താൽ കിട്ടേണ്ട കിട്ടില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നു 2018 കൂടി. കൊറോണയ്ക്ക് പോലും സഹായങ്ങൾ ഉണ്ടായിരുന്നു. എത്ര ഇമ്പോർട്ടന്റ് അതുവരെ അടിച്ചു മാറ്റിയ ആൾക്കാരാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. കൊറോണയ്ക്ക് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ കമ്പിളി പുതപ്പുകൾ കൂട്ടത്തോടെ NRHMന്റെ ഓഫീസുകളിൽ, അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഓഫീസുകൾ NRHM ആണ് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഓഫീസിൽ വന്നിട്ട് ലോറിക്കകത്ത് തട്ടിയടിക്കുക അവരുടെ സ്ഥാപനങ്ങളിലേക്കാണ് കൊണ്ടുവന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണത്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വേറെ സോഴ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതായത് പാഡുകളൊക്കെ, ഈ പാഡുകൾ, അതോടെ പിന്നെ പ്രത്യേകിച്ച് കമ്പിളി പുതപ്പുകൾ, ഇതെല്ലാം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവുക. സാധനങ്ങൾ, അരി, ചാക്കുകള്, പിന്നെ സോപ്പ്, നമ്മളൊന്ന് കണി പോലും കാണാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാളിറ്റി സാധനങ്ങൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥർ പിടിച്ചു നോക്കി അവിടെ എല്ലാം കാണാൻ പറ്റുമല്ല. അപ്പൊ ഇതൊന്നും കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുപോലെ അണ്ടർ ഗാർമെന്റ്സ്, ആ കുഞ്ഞുങ്ങളൊന്നും ഉപയോഗിച്ചതാണ് അതുങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ലതൊക്കെ ഇവന്മാര് പൂഴ്ത്തുക. ആർക്ക് നഷ്ടം? അവന്മാര് എത്താൻ ഞങ്ങൾക്ക് എന്താ എന്നുള്ള ചിന്താഗതി. അതെങ്ങനെയാണ് ചിന്താഗതി വരുന്നത്? സർക്കാരിന്റെ മേളിരിക്കുന്നവൻ കൊള്ളത്തില്ലെങ്കിൽ താഴെ ഇരിക്കുന്ന സ്വാഭാവികമായിട്ടും ഉഴപ്പും.
ആത്യന്തികമായും ജനങ്ങളെ സേവിക്കുക എന്ന ആപ്തവാക്യവുമായി ഇരിക്കുന്നവർ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവന്മാർക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ തൊഴിലാളി സർക്കാരാന്ന് പറഞ്ഞ ലേബൽ ഇതിന്റെ പൊയ്ക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇറങ്ങി പൊയ്ക്കൂടെ? ഒരു വർഷം ഭരണം മാറ്റുന്നത് ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ നിർത്തുവാണ്, ഞങ്ങൾ ഇത്രയും വെറുപ്പിന് ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ കേരള ജനത, അങ്ങനെ ഇവന്മാര് ചെയ്യുവാണെങ്കിൽ ഞാൻ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും അടുത്ത പ്രാവശ്യം. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രൂരത ജനങ്ങളോട് ചെയ്യുമ്പോൾ, ഇത്രയും നീതികേട് കാണിക്കുമ്പോൾ, ഇത്രയും വലിയ ദുരന്തങ്ങൾക്കൊപ്പം വെറുതെ ഈ PR വർക്കിന് വേണ്ടി അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടി മാത്രം ഈ പ്രഹസനം കാണിക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും കുറച്ച് പേര് കൂടി ചേർന്ന് അവരുടെ ടീമിലുള്ളവർ കൂടി ചേർന്നിട്ട് പറയണേ ഞങ്ങൾക്ക് വയ്യ, ഇത്രയും വെറുപ്പ്, ഞങ്ങളൊരു തൊഴിലാളി പാർട്ടിയാണ്, അതിൽ നിന്നാണ് ഞങ്ങൾ ഉത്ഭവിച്ചത്, ജനങ്ങളുടെ വെറുപ്പ് ബംഗാളാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങോളവും കമ്മ്യൂണിസം കേരളത്തിലെങ്കിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവർ മന്ത്രിസഭ ഭരിച്ചിട്ടെ, അപ്പൊ നമുക്ക് അംഗീകരിക്കാം. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എനിക്ക് പറയാനുള്ള അനുപമ, സംസ്ഥാന സർക്കാർ ഏതൊരു സംസ്ഥാനത്തായാലും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ട് ഇപ്പൊ നമ്മളെ കേന്ദ്രം സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന്, ഒരു സംഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അവർ തരാൻ തയ്യാറാണ് താനും. അപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പരിപൂർണമായ പിടിപ്പുകേടും അഴിമതിയും കാരണമാണ് നമുക്ക് ഈ വയനാട് കാര്യം ഇതെല്ലാം അനുഭവിക്കുന്നത്.